അങ്ങനെ KN ബാലഗോപാലിൻ്റെ സമയം തെളിഞ്ഞു. അദ്ദേഹം അടുത്ത മുഖ്യമന്ത്രി കാൻഡിഡേറ്റാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. പിണറായി വിജയൻ ഒഴിയാൻ തീരുമാനിച്ചു. കാരണം ഓഗസ്റ്റ് മാസത്തിൽ നടക്കുന്ന സമ്മേളനത്തിന് മുമ്പേ പുതിയ പേര് നിർദ്ദേശിക്കാനാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ധാരണയായിട്ടുള്ളത്. അതുകൊണ്ടാണ് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പിണറായി വിജയനും ഗോവിന്ദമാഷും പത്രക്കാരെ കണ്ടപ്പോൾ വലിയ വായിൽ വർത്തമാനം പറയുകയും ദേഷ്യപ്പെടുകയും ചെയ്തു. എന്താടാ കൊണ്ടിയും കൊണ്ട് നടക്കണത്, കുറ്റിയും പറിച്ച് നടക്കണത്, വേറെ ജോലികളില്ലടാ, പോയിനടാ എന്ന് പറഞ്ഞ് വേണ്ട ബഹളമുണ്ടാക്കി. കാറിൽ കയറിയപ്പോൾ ഡോറ് കയറി കാലിൽ തട്ടി. കൺഫ്യൂഷൻ ആയത് ആ കേന്ദ്ര കമ്മിറ്റിയിൽ, കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റിയിൽ, ഡൽഹിയിൽ വെച്ചുണ്ടായ കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായ ധാരണ ഓഗസ്റ്റ് മാസം വരെ ഈ വിഷയം പുറത്തുവിടരുത്. പക്ഷേ ഓഗസ്റ്റ് മാസത്തിലേക്ക് പുതിയ പ്രതിപക്ഷ നേതാവ് വരുന്നു. അപ്പോഴാണ് CPIയുടെ ഉപനേതാവ് സ്ഥാനത്തേക്കുള്ള വെല്ലുവിളി ഇങ്ങനെ കയറി നിൽക്കുന്നു. മിക്കവാറും അതിനു കൂടി സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ഒന്ന്, ഈ വെല്ലുവിളിച്ചനുസരിച്ചുള്ള CPIയുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു പരിപാടിക്കും സാധ്യതയുണ്ട്. ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ നേതാവ് KN ബാലഗോപാലാകാൻ സാധ്യതയുണ്ട്. പക്ഷേ P രാജീവ് ജയിച്ചിരുന്നെങ്കിൽ താത്വികനും ശാസ്ത്രകാരനും തത്വചിന്തകനും ബോഡി ലാംഗ്വേജിൽ വളരെ മിടുക്കനുമായിട്ടുള്ള, വളരെ മിടുക്കനായിട്ടുള്ള, അതികായകനായിട്ടുള്ള, മാർക്സിസം ലെനിനിസം ബ്രഹ്മനിഷ്ഠവും ആത്മനിഷ്ഠവും ഘടകപരവും ഘടനാപരവുമായിട്ടുള്ള എല്ലാ കടപടാതി എല്ലാ പറയാൻ തന്നെ പറ്റുന്നില്ല, വാക്കുകൾ കിട്ടുന്നില്ല എനിക്ക്. സകല സാധനവും അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള P രാജീവ് എന്ന താത്വികാചാര്യനായേനെ. പക്ഷെ ഭാഗ്യവശാൽ അദ്ദേഹം തോറ്റുപോയി. അതുപോലെ തന്നെ MP രാജേഷ് പാലക്കാട്ട് നിന്ന് ജയിച്ചിരുന്നെങ്കിൽ ഒരു പിടി പിടിച്ച് നോക്കിയേനെ. പക്ഷെ അദ്ദേഹം സുസ്ഥിര പാലക്കാട് എന്നൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കിയിട്ട് സുസ്ഥിര തൃത്താല എന്നൊക്കെ പറഞ്ഞ് അടിച്ച് പൊളിച്ചിട്ടും തോറ്റുപോയി. അവിടെ നിന്ന് നമ്മളെ പയ്യൻസ് കയറി വന്നു, VT ബൽറാം കയറി വന്നു, ന്യൂജൻ MLA കയറി വന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും ഇദ്ദേഹത്തിന് ഷൈൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ MP രാജേഷുമില്ല. പിന്നെ ഒരു സാധ്യതയുള്ളത് കണ്ണൂർക്കാർ തന്നെയാണ് പിടിക്കുന്നതെങ്കിൽ ശൈലജ ടീച്ചറിൻ്റെ തോറ്റുപോയത് കൊണ്ട് അവർക്കൊരു സാധ്യതയില്ല. അപ്പോൾ ശൈലജ ടീച്ചറും പല പേരാവൂരിൽ തോറ്റുപോയല്ലോ, അവർക്ക് സാധ്യതയില്ല. പിന്നെ കണ്ണൂരിൽ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ ആരാ കൊടുക്കാൻ പറ്റുക? പിന്നെ കണ്ണൂരിലും ആരും ഇല്ലല്ലോ, ഈ 25 പേരിൽ സീനിയർ എന്ന് പറയാൻ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ബാലഗോപാലിൻ്റെ ടൈം തെളിഞ്ഞിരിക്കുകയാണ്. പുതിയ പ്രതിപക്ഷ നേതാവ് ബാലഗോപാലാണ്. പിണറായി വിജയൻ ഒഴിയുകയാണ്. പല ആരോഗ്യപരമായ കാരണങ്ങളുണ്ട്, പാർട്ടിയിൽ നിന്നുള്ള എതിർപ്പുണ്ട്. എന്തായാലും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിയുന്നു. ഉപനേതാവായി K രാജനും വരാനുള്ള എല്ലാ സാധ്യതയുമാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. അങ്ങനെ ഓഗസ്റ്റ് മാസത്തോടു കൂടി ഇതിനെല്ലാം കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുകയാണ്.